സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുകയാണ്. ഇന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം തുടരുകയായിരുന്നു ഉദ്യോഗാർത്ഥികൾ. ദിവസങ്ങളോളം സമരം ചെയ്തിട്ടും ഭരണപക്ഷ യുവജന സംഘടനകൾ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നത്. ഇന്ന് സമരം അവസാനിപ്പിക്കാനുള്ള ആലോചനയാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ നടത്തുന്നത്. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. സുനിഷ, ആരുടെയും ഔദാര്യം ചോദിച്ചതല്ല, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നതാണ് തങ്ങൾക്ക് ആ ജോലി കിട്ടുമെന്നുള്ളത്. ആ ജോലി കിട്ടാതെ അതിനുവേണ്ടി സമരം ചെയ്തു. ആ സമരവും വിഫലമാകുന്നു. സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോൾ ഈ മണിക്കൂറിൽ അവസാനിക്കുകയല്ലേ സുനിഷ? തീർച്ചയായും സുജിയ, കഴിഞ്ഞ 62 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തൊഴിലിനു വേണ്ടി സമരം ചെയ്യുന്ന ഒരു കൂട്ടം യുവാക്കളാണിത്. പലതവണ ഇനിയും ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ഒരുപക്ഷെ സുജിയ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകുമോ എന്നൊരു ചെറിയ പ്രതീക്ഷ വെച്ച് ഇവിടെ നിൽക്കുകയാണ് ഇവർ. നേരത്തെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെയും നമ്മൾ ഏത് രീതിയിലാണ് ഇവർ സമരം ചെയ്തത് എന്നൊക്കെ കണ്ടിരുന്നു. തുടർച്ചയായി പല രീതിയിൽ സമരം ചെയ്തു. പക്ഷേ സുജിയ പറഞ്ഞതുപോലെ പല യുവജന സംഘടനകളും എല്ലാവരും ഇതിന് ഭാഗമാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒരിക്കൽ പോലും ഇവരുടെ അവകാശം, ഇവർ ഈ പറയുന്നത് പോലെ ഈ 3 ടേം എക്സാമും ഈ ഫിസിക്കൽ ടെസ്റ്റും അടക്കം കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും തൊഴിൽ കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ്. പ്രതീക്ഷയുണ്ടോ ഇനി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കുകയാണ്. ഈ 6.5 മണിക്കൂർ കൊണ്ട് എന്ത് മിറാക്കിൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. അകത്ത് ചർച്ചയൊക്കെ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചർച്ചയൊക്കെ ഏത് തരത്തിലാണ്, അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടെങ്കിൽ അകത്ത് ചർച്ച നടത്താനൊക്കെ നല്ലത് നമ്മളോട് വന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ഒന്ന് നമ്മളോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഇവരെന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അവരെന്തുകൊണ്ടാണ് അകത്ത് മാത്രം ചർച്ചയിൽ നിർത്തി ഈ പറഞ്ഞ വെളിയിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോൾ ഇത്ര ഉദ്യോഗാർത്ഥികളെ മണ്ടന്മാരാക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം 2 ഘട്ട പരീക്ഷ എഴുതിയതാണ്. അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി. എന്നിട്ടും വന്നിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചുനാളോട്ടുള്ള ആഗ്രഹമാണ് പോലീസ് ആകുക എന്നുള്ളത്. അപ്പം ഈ പറയുന്നത് പോലെ നമ്മുടെ പഠിക്കുന്ന സമയത്ത് അധ്യാപകരൊക്കെ ചോദിക്കുക ആരാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പലപ്പോഴും പറയാറുണ്ട് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ വക്കീലാകണം, പോലീസ് ആകണമെന്ന്. ബാക്കി എല്ലാ ജോലികളും ഡിഗ്രികൾ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയും. പക്ഷെ പോലീസ് എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം വേണം. അതിലുപരി കേരള PSCയിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് ആ റാങ്ക് ലിസ്റ്റ് ഇടം നേടി വേക്കൻസി ഉണ്ടായതിനു ശേഷം നിയമനം ലഭിച്ചു കാക്കിയിടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഗവൺമെന്റ് മാത്രം എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ഇടപെടലും ഉണ്ടായില്ലെങ്കിൽ ഇനി പ്രതിഷേധം തുടരാനാണോ, അല്ലെങ്കിൽ എന്താണ് തീരുമാനം? ഈ ഒരു കടുത്ത വേനൽക്കാലത്തും 60 ദിവസത്തോടെ നമ്മൾ ഈ സമരം കൊണ്ടുപോയത് പൊതുജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. എന്തായാലും രാത്രി 12 മണി എന്നൊരു സമയം വരെ ലിസ്റ്റിന് കാലാവധിയുണ്ട്. ഓഫീസ് ടൈം 5 മണി വരെയാണ്. എന്തൊക്കെയായാലും 12 വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കാൻ നമുക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയ്ക്കും നിസ്സഹായ അവസ്ഥയിലാണ് റാങ്ക് ലിസ്റ്റിലുള്ള 10,000 ഉദ്യോഗാർത്ഥികൾ. അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 5 വർഷങ്ങൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ട് എന്ത്, ഇനിയൊരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പറ്റത്തില്ലാത്ത ഏജ് ഓവറായി പോയ ഒരു 80% ഉദ്യോഗാർത്ഥികളുണ്ട് ഇതിനകത്ത്. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു നിസ്സഹാവസ്ഥയിലാണ്. സർക്കാർ ശരിക്കും നമ്മളെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് 99% നമുക്ക് ഉറപ്പായിട്ടുണ്ട്. കാരണം വേക്കൻസി എത്രയാണോ അതനുസരിച്ച് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നതെന്ന് 2021 PSC ചെയർമാനും മുഖ്യമന്ത്രിയും പറഞ്ഞതാണ്. ആ വിശ്വാസത്തിന്റെ പുറത്ത് പരീക്ഷ എഴുതി 2 ഘട്ട പരീക്ഷ എഴുതി ഫിസിക്കലും പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാരാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിനാണെങ്കിൽ തന്നെ SSC പോലുള്ള ടെസ്റ്റുകളിൽ 2 ഘട്ട പരീക്ഷയും നടത്തി ഫിസിക്കലും നടത്തി അവർ റാങ്ക് ലിസ്റ്റ് ഇട്ടാൽ അതിൽ വരുന്ന 100% ഉദ്യോഗാർത്ഥികൾക്കും ജോലിയാണ്. ആ ഒരു സാഹചര്യം, ആ ഒരു പ്രതീക്ഷയെ നമ്മൾ ഇവിടെ അർപ്പിച്ചതാണ് നമ്മളിപ്പോൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നാണ് നമുക്ക് തോന്നുന്നത്. സുജിയ, ഇത് തന്നെയാണ് ഈ പരീക്ഷാ സമയത്ത് തന്നെയും പറഞ്ഞിരുന്നത്. 2019 നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോഴും പറഞ്ഞിരുന്നത് ഈ ഒഴിവിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് എന്നതായിരുന്നു. മുഖ്യമന്ത്രി അടക്കം നൽകിയ ഉറപ്പ്. അത് വിശ്വസിച്ച് തന്നെയാണ് ഇവർ പരീക്ഷ എഴുതത്, ഫിസിക്കൽ പാസ്സായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ ഒഴിവുകൾ നികത്തപ്പെടുന്ന രീതിയിലേക്ക് ഈ റാങ്ക് ലിസ്റ്റിലുള്ള 10,000-ലധികം പേർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നതാണ് ഇതിലെ വസ്തുത. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്നത് ഇവർക്കും അറിയില്ല. നിസ്സഹായരായി നിൽക്കുകയാണ്. സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട്. റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഇത്രയും ലോങ് പെൻഡിംഗ് ആയി വെക്കുമ്പോൾ അതിൽ നിങ്ങളെ നിയമിക്കുമോ ഇല്ലയോ എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് മറ്റൊരു ജോലിക്ക് അപേക്ഷിക്കാനും അത് എഴുതിയെടുക്കാനും ഒക്കെ കഴിയുമായിരുന്നു. റാങ്ക് ലിസ്റ്റിലുണ്ട്, ജോലി കിട്ടും എന്ന പ്രതീക്ഷയുമായി 2019 മുതൽ 2024 ഈ നിമിഷം വരെ അവർ കാത്തിരുന്ന ആ ഒരു കാത്തിരിപ്പ്, ആ നിസ്സഹായാവസ്ഥ, അത് കാണാതെ പോയത് അത് അധികൃതരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. തങ്ങൾക്ക് ജോലി ലഭിക്കാൻ അധികാരമില്ല അല്ലെങ്കിൽ അവകാശമില്ല എന്നുണ്ടായിരുന്നെങ്കിൽ അതവരെ അറിയിക്കാമായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് വേണ്ടി സംസാരിക്കാൻ സംഘടനകളൊന്നും വന്നതുമില്ല.